ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഹെൽത്തി ജ്യൂസാണ്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കുടിക്കാൻ അത്ര ഈസി ആയിരിക്കില്ല എന്ന്. ശരിയാണ്, ഇത് അത്ര ടേസ്റ്റുള്ള ജ്യൂസൊന്നുമല്ല, പക്ഷേ ഹെൽത്തിയാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ജ്യൂസാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഈ കാണുന്ന ഐറ്റംസൊക്കെയാണ് കേട്ടോ. നെല്ലിക്ക, ക്യുക്കമ്പർ, ക്യാരറ്റ്, കറിവേപ്പില, പച്ചമഞ്ഞൾ, ഇഞ്ചി, പിന്നെ ഞാനിതിലോട്ട് ഒരു കുരുയില്ലാത്ത ചെറുനാരങ്ങ ഉണ്ടല്ലോ അതും എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു ഓറഞ്ചും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാതെ നെല്ലിക്കയും കറിവേപ്പിലയും മാത്രമായിട്ട് നിങ്ങൾക്ക് ജ്യൂസ് ആക്കാം, അല്ലെങ്കിൽ നെല്ലിക്ക, ഇഞ്ചി, അതല്ലെങ്കിൽ ഇതിൽ നെല്ലിക്കയും ക്യാരറ്റും ക്യുക്കമ്പറും മാത്രമായിട്ടും ജ്യൂസിനാക്കാം കേട്ടോ. അതിലോട്ട് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചാലും മതി. ഞാനിപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിലെല്ലാം കൂടി എടുത്തിട്ടുള്ളത്, ഇതെല്ലാം കൂടി ഞാൻ ജ്യൂസ് ആക്കിയിട്ട് ഞാൻ എടുത്ത് വെക്കും. ഒരു 5-6 ഡേയ്സിനുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അപ്പം ചെറിയ ക്വാണ്ടിറ്റി ഡെയിലി എടുത്താൽ മതി. അപ്പോൾ നമുക്കത് എല്ലാ ദിവസവും കുറച്ചായിട്ട് നമ്മൾ അടിക്കുന്നതിനൊക്കെ ബെറ്റർ നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 1 വീക്കിനുള്ളത് നമുക്ക് ചെറിയ ബോട്ടിലായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വലിയ ബോട്ടിലായാലും ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. പിന്നെ ഡെയിലി നമുക്കതൊന്ന് കുറേശ്ശെ എടുത്തിട്ട് കുടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസ് എടുത്തിട്ടുണ്ട്. അതിൽ ഓറഞ്ചിൻ്റെ തൊലി കളഞ്ഞിട്ടുണ്ട്, അതുപോലെ ഞാൻ ചെറുനാരങ്ങയുടെയും തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അത് സീഡ്ലെസ് ആണ്. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്കിൻ മാത്രം കളഞ്ഞിട്ട് പിന്നെ നമുക്കിതെല്ലാം കൂടിയിട്ട് അടിക്കാമല്ലോ. ഇനി ഞാൻ ഓരോന്നും കട്ട് ചെയ്തത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഞാനിതിൽ വെള്ളം ഒട്ടും ചേർത്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ ജ്യൂസർ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നിങ്ങളിതിപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ മിക്സിയുടെ ജാറാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അടിച്ചെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് അതിൽ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിൽ വെച്ചിട്ടാവുന്നതുകൊണ്ട് വെള്ളം ആഡ് ചെയ്യുന്നില്ല, പിന്നെ എനിക്ക് അരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇങ്ങനെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാതും അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ള ഓരോന്നിൻ്റെയും, അതായത് ഇഞ്ചി, പച്ചമഞ്ഞൾ, നെല്ലിക്ക, ക്യുക്കമ്പർ, ക്യാരറ്റ്, ഓറഞ്ച്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ, ആരും അറിയാത്തവരൊന്നുമില്ല. ഒരുവിധം എല്ലാവരും ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകളൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനെടുത്തുള്ള ഓരോന്നിനും അത്രയധികം ഗുണങ്ങളുള്ളതാണ്. നെല്ലിക്കയൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്കും മുടി നന്നായിട്ട് വളരാനൊക്കെ ഒരുപാട് പേർക്ക് അനുഭവങ്ങളുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ 2-3 പേര് പറഞ്ഞിട്ടുണ്ട് ഡെയിലി നെല്ലിക്ക ജ്യൂസ് കുടിച്ചിട്ട്, നെല്ലിക്കയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് കുടിച്ചിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അതുപോലെ ഈ അടുത്ത് എനിക്കും ചെറിയൊരു ഇഷ്യൂ വന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഈ ഒരു ജ്യൂസ് നീ ഡെയിലി കുടിച്ച് നോക്ക്, അത് നിനക്ക് എന്തായാലും ഗുണം ചെയ്യുള്ളൂ എന്ന്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ എനിക്കും അതിൻ്റേതായ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇഞ്ചി ആണെങ്കിലും ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇഞ്ചി ജ്യൂസ് മാത്രം കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ. അതുപോലെ നമുക്കിപ്പോൾ എന്തെങ്കിലും ചുമ, ത്രോട്ട് ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചി വെള്ളമൊക്കെ കുടിക്കാൻ പറയാറുണ്ട്. പിന്നെ ഇഞ്ചിയിലാണെങ്കിൽ ആൻറ്റി ബാക്ടീരിയൽ അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒരുപാടുണ്ട്. പിന്നെ കറിവേപ്പിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മുടി വളരുന്നതിനും അതുപോലെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ ഈ ജ്യൂസ്. കാരണം ഇതിലുള്ള എല്ലാതും അത്രയും ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്ക് മോർണിംഗിൽ വെറും വയറ്റിൽ കുടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ ചിലർക്ക് വെറും വയറ്റിൽ കുടിക്കുന്ന സമയത്ത് ഇത് പറ്റാറില്ല, അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കഴിച്ചാലും മതിയെന്ന് ഞാനൊരു ഡോക്ടർ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെറും വയറ്റിലാണ് എടുക്കുന്നത്, എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഈ ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തും കൊടുക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.